ചരിത്രം ചിലപ്പോൾ അങ്ങനെയാണ്. വലിയ സാമ്രാജ്യങ്ങൾ തകർന്നടിയുന്നത് പുറത്തു നിന്നുള്ള ആക്രമണങ്ങൾ കൊണ്ടായിരിക്കില്ല. സ്വന്തം കൊട്ടാരത്തിനുള്ളിലെ ചതിയും വഞ്ചനയും അധികാരക്കൊതിയും കൊണ്ടാകും. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ കൊല്ലത്തിൻ്റെ ചുവന്ന മണ്ണിൽ തൊഴിലാളികളുടെ വിയർപ്പിൽ കെട്ടിപ്പടുത്ത ഒരു വലിയ സാമ്രാജ്യമുണ്ടായിരുന്നു. RSP. TK ദിവാകരനും ബേബി ജോണും കെട്ടിപ്പടുത്ത ആ വിപ്ലവ പ്രസ്ഥാനം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? ഇന്നതൊരു പാപ്പരായ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. ആ കമ്പനിയുടെ പേര് പ്രേമചന്ദ്രൻ ആൻഡ് സൺസ്. മുതലാളി സാക്ഷാൽ NK പ്രേമചന്ദ്രൻ, ജനറൽ മാനേജർ സാക്ഷാൽ പുത്രൻ കാർത്തിക് പ്രേമചന്ദ്രൻ. വരാൻ പോകുന്ന കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ കേരള രാഷ്ട്രീയം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ സമ്പൂർണ്ണ തകർച്ചയ്ക്കാണ്. എന്താണ് RSPയിൽ സംഭവിക്കാൻ പോകുന്നത്? കാത്തിരുന്ന് കാണുക. പിരിമുറുക്കങ്ങളുടെ ഒരു രാഷ്ട്രീയ ത്രില്ലർ കൊല്ലത്ത് ആരംഭിക്കുകയാണ്. കഥ തുടങ്ങുന്നത് ഇരവിപുരത്ത് നിന്നാണ്. RSPയുടെ പഴയ കോട്ട. അവിടെ 3 തവണ ചെങ്കൊടി പാലിച്ച, പാർട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വച്ച ഒരു മനുഷ്യനുണ്ട്, അസീസ്. ആ അസീസിൻ്റെ മുഖത്ത് നോക്കിയാണ് NK പ്രേമചന്ദ്രൻ എന്ന രാഷ്ട്രീയ വ്യാപാരി പറയുന്നത്, മാറി നിൽക്കട, അവിടെ എൻ്റെ മകൻ കാർത്തിക് മത്സരിക്കുമെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ. രാഷ്ട്രീയത്തിൻ്റെ ബാലപാഠം പോലും അറിയാത്ത, ഡൽഹിയിൽ അച്ഛൻ്റെ തണലിൽ വളർന്ന ഒരു കന്നിക്കാരന് വേണ്ടി പാർട്ടിയുടെ ജീവനാഡിയായ ഒരു നേതാവിനെ തെരുവിലേക്ക് വലിച്ചെറിയുന്ന അവസ്ഥ. പക്ഷെ പ്രേമചന്ദ്രൻ ഒരു കാര്യം മറന്നു. അസീസ് വെറും ഒരു കളിപ്പാവയല്ല. RSPയുടെ അടിവേരുകൾ തോണ്ടുന്ന ഈ കുടുംബവാഴ്ച കണ്ടുകൊണ്ട് UDFൻ്റെ തിണ്ണയിൽ കിടക്കാൻ അദ്ദേഹം തയ്യാറല്ല. വരാൻ പോകുന്ന പിളർപ്പ് കൃത്യമായി മുൻകൂട്ടി കണ്ടുകൊണ്ട് സ്വന്തം സിറ്റിംഗ് സീറ്റ് നിഷേധിക്കപ്പെടുന്ന ആ നിമിഷത്തിൽ ഈ അസീസ് മാഷ് ഒരു ചരിത്രപരമായ തീരുമാനമെടുക്കും. അതെ, അദ്ദേഹം RSPയുടെ കൊടിയും പിടിച്ച് നേരെ LDFിലേക്ക് നടന്നു കയറും. വെറുതെ പറഞ്ഞതല്ല, കൃത്യമായ സൂചനകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത് പറയുന്നത്. വലതുപക്ഷത്തിൻ്റെ ചവറ്റുകുട്ടയിൽ നിന്ന് യഥാർത്ഥ ഇടതുപക്ഷത്തിൻ്റെ പാളയത്തിലേക്കുള്ള അസീസിൻ്റെ ആ മടങ്ങിവരവ് പ്രേമചന്ദ്രൻ്റെ മുഖത്തേൽക്കുന്ന ഏറ്റവും വലിയ പ്രഹരമായി മാറും. RSPയിലുണ്ടായ ഭൂകമ്പം അസീസ് പോയതോടെ അവസാനിക്കുമെന്നാണോ? അവിടെ അവസാനിക്കുന്നില്ല. അടുത്ത ഊഴം ഷിബു ബേബി ജോണിൻ്റേതാണ്. പണ്ട് ബേബി ജോൺ പടുത്തുയർത്തിയ പാർട്ടി ഇന്ന് പ്രേമചന്ദ്രൻ്റെ കുടുംബസ്വത്തായി മാറുന്നത് ഷിബുവിന് എങ്ങനെ സഹിക്കാൻ കഴിയും? പ്രേമചന്ദ്രൻ്റെ പാർട്ടിയിലെ ഈ രാജവാഴ്ചയ്ക്കെതിരെ ഷിബു ബേബി ജോൺ കലാപക്കൊടി ഉയർത്തും. അതോടെ സംഭവിക്കാൻ പാടില്ലാത്തത് അവിടെ വീണ്ടും സംഭവിക്കും. RSP വീണ്ടും നെടുകെ പിളരും. ഒരു വശത്ത് ഷിബു ബേബി ജോൺ പക്ഷം, മറുവശത്ത് NK പ്രേമചന്ദ്രൻ പക്ഷം. ഇതിലൊരു വലിയ കോമഡി ഉണ്ട് സുഹൃത്തുക്കളെ. ഈ പ്രേമചന്ദ്രൻ പക്ഷം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? സ്റ്റേജിൽ നോക്കിയാൽ അച്ഛൻ പ്രേമചന്ദ്രൻ ഇരിക്കുന്നു, താഴെ സദസ്സിൽ മകൻ കാർത്തിക് ഇരിക്കുന്നു. അണികളില്ലാത്ത, പ്രവർത്തകരില്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ 2 men ആർമി. അച്ഛൻ പാർട്ടി പ്രസിഡന്റ്, മകൻ പാർട്ടി സെക്രട്ടറി. വേണമെങ്കിൽ വീട്ടിലെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് അവർക്ക് സംസ്ഥാന സമ്മേളനവും, എന്തിന് RSPയുടെ ദേശീയ സമ്മേളനം വരെ നടത്താം. അത്രത്തോളം പരിഹാസ്യമായി RSP മാറും. ഈ RSP എന്ന് പറഞ്ഞാൽ പ്രേമചന്ദ്രൻ. പ്രേമചന്ദ്രനും മകനുമുള്ള പാർട്ടിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നൊന്നും വിളിക്കാൻ പറ്റില്ലല്ലോ. സാധാരണഗതിയിൽ കേരളത്തിൽ ഒരു ഇടതുപക്ഷ പാർട്ടി പിളർന്നാൽ അതിലൊരു വിഭാഗം നേരെ AKG സെൻറ്ററിലേക്ക് പോവുകയാണ് പതിവ്. അസീസ് അത് ചെയ്യും. കാരണം അസീസിന് ഏത് നിമിഷവും AKG സെൻറ്ററിലേക്ക് കയറി ചെല്ലാം. പുള്ളിക്കാരനെ CPM ഇരു കൈ നീട്ടി സ്വീകരിക്കുമെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. RSP LDF വിട്ടതുമായി ബന്ധപ്പെട്ട അസീസിനുള്ള CPMന് യാതൊരുവിധ വിരോധവും കാണില്ല. അതെല്ലാം ആരുടെ ബുദ്ധിയായിരുന്നു എന്നും ആരുടെ അധികാരക്കൊതി മൂലം ഉണ്ടായതാണെന്നും CPMന് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ അസീസിനെ CPM വേണ്ട വിധത്തിൽ ഏറ്റെടുക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ഈ പ്രേമചന്ദ്രനും ഷിബു ബേബി ജോണും എങ്ങോട്ട് പോകും? ഇവിടെയാണ് പ്രേമചന്ദ്രൻ്റെയും ഷിബുവിൻ്റെയും ഗതികേട് നമ്മൾ കാണേണ്ടത്. പ്രേമചന്ദ്രൻ എന്ന രാഷ്ട്രീയ അവസരവാദിയെ, സ്വന്തം സഖാക്കളെ ഒറ്റിക്കൊടുത്ത ആ കുലംകുത്തിയെ ഇനി ഒരിക്കലും LDFൻ്റെ പടി ചവിട്ടിക്കില്ല എന്ന് ഇടതുപക്ഷം, പ്രത്യേകിച്ചും CPM അന്നേ തീരുമാനിച്ചതാണ്. അത്രത്തോളം വലിയ വഞ്ചനയാണ് അദ്ദേഹം ചെയ്തത് എന്ന ബോധ്യം ഇടതുപക്ഷ പ്രവർത്തകർക്കുണ്ട്. അപ്പോൾ പിന്നെ ഷിബു ബേബി ജോണോ? ഷിബുവിനോടും ഇടതുപക്ഷത്തിന് യാതൊരു താല്പര്യവുമില്ല. അതായത് ഈ പിളർന്ന 2 കഷ്ണങ്ങൾക്കും ഇടതുപക്ഷത്തേക്ക് നോ എൻട്രി ആണ് എന്ന്. പിന്നെ ഇവർക്ക് എന്ത് ചെയ്യാനാകും? പരസ്പരം കടിച്ചു കീറുമ്പോഴും ഈ 2 കൂട്ടർക്കും നാണം കെട്ട് UDFൻ്റെ വരാന്തയിൽ തന്നെ ഇരിക്കാനേ വിധിയുള്ളൂ. കോൺഗ്രസ് വലിച്ചെറിയുന്ന എച്ചിൽ സീറ്റുകൾക്ക് വേണ്ടി അച്ഛനും മകനും ഒരു വശത്തും ഷിബു മറുവശത്തു നിന്ന് തമ്മിലടിക്കുന്ന ആ ഗതികെട്ട കാഴ്ച
രാഷ്ട്രീയ കേരളം അറപ്പോടെയായിരിക്കും അത് നോക്കിക്കാണുക എന്നുള്ള കാര്യം ഒരു സംശയവും വേണ്ട. ഇതൊക്കെ കണ്ടുകൊണ്ട് കോൺഗ്രസ് വെറുതെ ഇരിക്കുകയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇപ്പോൾ RSPയുടെ വലിയേട്ടനായ കോൺഗ്രസിന് കൃത്യമായ ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. വരാൻ പോകുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ രഹസ്യ സർവേ റിപ്പോർട്ടുകൾ KPCC ഓഫീസിലെത്തിക്കഴിഞ്ഞു. ആ റിപ്പോർട്ടിലുള്ളത് RSPയുടെ മരണ വാറണ്ടാണ്. ഈ തമ്മിലടിയും കുടുംബവാഴ്ചയും കണ്ട് വോട്ട് ചെയ്യാൻ കൊല്ലത്തെയും ചവറയിലെയും ഇരവിപുരത്തെയും ജനങ്ങൾക്ക് വട്ടഭ്രാന്തില്ല എന്ന് കോൺഗ്രസിന് മനസ്സിലായി. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മുഴുവൻ സീറ്റിലും RSP നിലം പരിശാകുമെന്ന് കോൺഗ്രസിന് ഉറപ്പായി കഴിഞ്ഞു. കാർത്തിക് പ്രേമചന്ദ്രൻ ഇരവിപുരത്ത് വീഴും, ഷിബു ബേബി ജോൺ ചവറയിലും വീഴും. അതായത് 2026 നിയമസഭയിൽ RSPയുടെ അംഗബലം വീണ്ടും വട്ടപൂജമായിരിക്കും. സ്വന്തം കാലിൽ നിൽക്കാൻ കെൽപ്പില്ലാത്ത, ഒരു സീറ്റ് പോലും ജയിച്ചു കൊണ്ടുവരാൻ കഴിവില്ലാത്ത ഈ അച്ഛനെയും മകനെയും ഇനി എന്തിനു ചുമക്കണം എന്ന ചോദ്യം കോൺഗ്രസിനുള്ളിൽ ശക്തമാകും. നിയമസഭയിലെ ആ വട്ടപൂജ്യത്തോടെ പ്രേമചന്ദ്രൻ്റെ കഷ്ടകാലം തുടങ്ങുന്നതേയുള്ളൂ. യഥാർത്ഥ 8ൻ്റെ പണി വരുന്നത് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ്. ഒരു MLA പോലുമില്ലാത്ത നാണം കെട്ട് നിൽക്കുന്ന ഈ ടൂമൻ ആർമി പാർട്ടിക്ക് കോൺഗ്രസിന് കൊല്ലം ലോക്സഭാ സീറ്റ് വിട്ടുകൊടുക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അവിടെയാണ് കോൺഗ്രസ് തങ്ങളുടെ തനിനിറം കാണിക്കുന്നത്. മതിയിടാ നിൻ്റെ ഇംഗ്ലീഷ് പ്രസംഗം എന്ന് പറഞ്ഞ് UDF നേതൃത്വം കൊല്ലം സീറ്റ് RSPയിൽ നിന്ന് പിടിച്ചു വാങ്ങും. കോൺഗ്രസ് ആ സീറ്റ് ഏറ്റെടുത്താൽ പിന്നെ അവിടെ ആര് വരും? അതാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ കാവ്യതിഥി. കാസർഗോഡ് നിന്നും സാക്ഷാൽ രാജ്മോഹൻ ഉണ്ണിത്താൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കൊല്ലത്തേക്ക് വണ്ടി കയറും. ഒന്ന് കണ്ണടച്ച് ആ രംഗം ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. കൊല്ലം ചിന്നക്കടയിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ വന്ന് തീപ്പൊരി പ്രസംഗം നടത്തുമ്പോൾ സ്വന്തമായി പാർട്ടിയുമില്ല, ചിഹ്നവുമില്ല, മകനും സീറ്റുമില്ലാതെ NK പ്രേമചന്ദ്രൻ സദസ്സിലിരുന്ന് ഉണ്ണിത്താന് വേണ്ടി കൈയടിക്കേണ്ടി വരും. വിപ്ലവം പ്രസംഗിച്ച് നടന്നവൻ്റെ അന്ത്യം ഒരു കോൺഗ്രസ്സുകാരൻ്റെ സഞ്ചി തൂക്കുന്നിടത്ത് അവസാനിക്കും. ഒരു ജനതയുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ ജനിച്ച ഒരു പാർട്ടി ഇന്ന് സ്വന്തം മകന് സീറ്റ് ഉറപ്പിക്കാനുള്ള ഒരു അച്ഛൻ്റെ വിലപേശൽ ഉപകരണമായി ചുരുങ്ങിയിരിക്കുന്നു. കൊല്ലത്തെ ചുവന്ന മണ്ണിൽ RSPയുടെ അവസാനത്തെ ശവപ്പെട്ടിയിൽ NK പ്രേമചന്ദ്രൻ തന്നെ അവസാനത്തെ ആണിയുമടിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ വാൽ പിടിച്ചാൽ എന്താകും ഗതിയെന്ന് ചരിത്രം പലരെയും പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ പാഠം പ്രേമചന്ദ്രൻ പഠിക്കാൻ പോവുകയാണ്. വിപ്ലവം ഇവിടെ അവസാനിക്കുന്നു. ഇനി അവശേഷിക്കുന്നത് അധികാരക്കൊതി മൂത്ത ഒരു അച്ഛനും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വ്യാമോഹങ്ങൾക്ക് ബലിയാടാകുന്ന ഒരു പാർട്ടിയും മാത്രം.